ഹായ്, അപ്പോൾ നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ച് മോമോസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് വെജിറ്റബിൾ മോമോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കിഴങ്ങും 1 ക്യാരറ്റും കുറച്ച് ക്യാബേജും. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ ചിരണ്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കിഴങ്ങും ക്യാരറ്റും കുറച്ച് ഉപ്പ് ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ നമ്മളിത് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കിഴങ്ങും വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് സവോള നമ്മൾ നേരത്തെ കാണിക്കാൻ മറന്നു മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങിലും ക്യാരറ്റിലും നമ്മൾ ഉപ്പിട്ട് വേവിച്ചാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാബേജ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് നമ്മളത് തുറന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി കുറേയൊന്നും ഇടില്ല, ഒരു 1/4 സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച ക്യാരറ്റും കിഴങ്ങും അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തവി വെച്ചിട്ട് തന്നെ അതൊന്ന് കുത്തി ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മാവ് ഉരുളകളാക്കി ഭൂരിക്ക് പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തൂവിയിട്ടാണ് പരത്തിയെടുക്കാൻ നോക്കിയത്. പക്ഷേ 2 എണ്ണം പരത്തിയപ്പോൾ അത്ര വൃത്തിയായി തോന്നിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഗോതമ്പ് പൊടി തന്നെ എടുത്തിട്ടാണ് പിന്നെ പരത്തുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തതിലേക്ക് ഫില്ലിങ്സ് വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഏകദേശം മോമോസിൻ്റെ ഷേപ്പായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളൊരു 15 മിനിറ്റ് വേവിക്കാൻ വെച്ചു. അപ്പോൾ എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോസും കൂട്ടിയിട്ട് കഴിച്ച് നോക്കാം മോമോസ് റെഡി ആയോന്ന്. സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ അരിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നി കഴിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.